ഹായ് കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. +1 തുല്യതയുടെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് +1 തുല്യതയുടെ ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്കെന്ന പാഠഭാഗമാണ്. ഇതെഴുതിയിരിക്കുന്നത് TV കൊച്ചുബാവയാണ്. വൃത്തസദനം എന്ന നോവലിലൊരു ആദ്യത്തെ അധ്യായമാണ് ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്നുള്ളത് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഒരു പ്രധാന കാര്യം, 1-ാം വർഷ തുല്യതയുടെ ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്കെന്ന ഈ പാഠഭാഗം കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട പാഠഭാഗമാണ്. ഏകദേശം 15 മാർക്കോളം ഈ പാഠഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ പഠിതാക്കളത് പ്രത്യേകം ശ്രദ്ധിക്കുക, പാഠഭാഗം മനസ്സിരുത്തി വായിക്കുക, പാഠാപഗ്രഥനം കേൾക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. പിന്നെ ഒന്നും പേടിക്കാനില്ല, 15 മാർക്ക് നിങ്ങൾക്ക് സ്വന്തം. TV കൊച്ചുബാവ 1955 തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിൽ ജനിച്ചു. നോവൽ, കഥാസമാഹാരം, വിവർത്തനം എന്നീ വിഭാഗങ്ങളിലായി 23 കൃതികൾ രചിച്ചു. പ്രധാന കൃതികൾ: ഒന്നങ്ങനെ ഒന്നിങ്ങനെ, വീടിപ്പോൾ നിശബ്ദമാണ്, സൂചിക്കുഴയിൽ ഒരു യാക്കോബ്, ഇറച്ചിയും കുന്തിരിക്കവും, ജാതകം, കിണറുകൾ, അവതാരിക, ഭൂപടങ്ങൾക്ക് ഗൃഹപാഠം എന്നു തുടങ്ങി ഒട്ടനേകം കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. സൂചിക്കുഴയിലെ യാക്കോബ് എന്ന കൃതിക്ക് അങ്കണം അവാർഡും വൃത്തസദനം എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ചെറുകാട് അവാർഡും ലഭിച്ചിട്ടുണ്ട്. 1999 അദ്ദേഹം ഈ സാഹിത്യ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ TV കൊച്ചുബാവയുടെ വൃത്തസദനം എന്ന നോവലിലെ ആദ്യത്തെ അധ്യായമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക്. ഇനി നമുക്ക് പാഠത്തിൻ്റെ അപഗ്രഥന ഭാഗം വായിച്ച് മനസ്സിലാക്കാം. ആദ്യം ആ നോവലിൻ്റെ പ്രമേയം എന്താണെന്ന് നമുക്ക് കേൾക്കാം. സിറിയക് ആൻ്റണി ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമായിരുന്നു. പട്ടിണി സഹിക്കാഞ്ഞ് 7-ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് നാടുവിട്ട് നഗരത്തിലെത്തി. ഒരു വലിയ വീട്ടിൽ വേലക്കാരനായി. ആ വീട്ടിൽ ആഗ്നസ് എന്ന ഒരു മാലാഖ കുട്ടിയുണ്ടായിരുന്നു. വേലക്കാരൻ അവളെ പ്രേമിച്ച് വിവാഹം കഴിച്ചു. അവളുടെ മാതാപിതാക്കൾ സമ്പാദിച്ചു കൂട്ടിയ വലിയ സ്വത്തിന് അയാൾ ഉടമയായി. ആഗ്നസ് മഹാരോഗം പിടിപെട്ട് മരണമടഞ്ഞു. അവളുടെ ഓർമ്മകളിൽ മുഴുകി കഴിയുന്നതിന് പകരം സാറയെ അയാൾ 2ാം ഭാര്യയാക്കി. ആഗ്നസുമായുള്ള ബന്ധത്തിൽ എന്ന പോലെ സാറയുമായുള്ള ജീവിതത്തിലും അയാൾക്ക് കുട്ടികൾ ജനിച്ചില്ല. സാറയുമായുള്ള ബന്ധത്തിൽ അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള അവളുടെ ഇഷ്ടക്കേടായിരുന്നു കാരണം. വിവാഹശേഷം സിറിയക് ആൻ്റണി തൻ്റെ സ്വത്തുക്കളെല്ലാം സാറയുടെ പേരിലാക്കി. 2.5 വർഷത്തിന് ശേഷം അവൾ അയാളെ നിർബന്ധിച്ച് വൃത്തസദനത്തിലാക്കുന്നു. അവിടെ നിർമ്മല, കത്രീന, സൂസൻ എന്നീ നഴ്സുമാർ അയാളുടെ പരിചാരകരാകുന്നു. ഒരിക്കലെങ്കിലും സാറ തന്നെ കാണാൻ വരുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു. പക്ഷേ അയാളെ കാണാൻ എത്തിയത് സാറയുടെ കാമുകൻ ഡൊമിനിക്കായിരുന്നു. സിറിയക് ആൻ്റണിക്ക് സാറയുമായുള്ള വിവാഹബന്ധം നിയമപരമായി വേർപെടുത്താനുള്ള ചില രേഖകളുമായാണ് അയാൾ വന്നത്. ഡൊമിനിക് നീട്ടിയ മുദ്രപ്പേപ്പറിൽ അയാൾ ഒപ്പുവെച്ചു. പിന്നെ സിറിയക് ആൻ്റണിയുടെ ജീവിതം ഏറെ നീണ്ടില്ല. 56-ാം വയസ്സിൽ അയാൾ മരണത്തിന് കീഴടങ്ങുന്നു. ഇനി പാഠസന്ദർഭത്തിലേക്ക് നോക്കാം. ഡിസംബറിലെ ഒരു തണുത്ത പ്രഭാതത്തിൽ സിറിയക് ആൻ്റണി എന്ന 55-കാരനെ നിർമ്മൽ ഭവൻ എന്ന വൃത്തസദനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് സാറ. വൃത്തസദന നടത്തിപ്പുകാരന് അവൾ വൻ തുക വാഗ്ദാനം ചെയ്തതുകൊണ്ട് മാത്രമാണ് അയാൾക്കിവിടെ പ്രവേശനം ലഭിക്കുന്നത്. വൃത്തസദനം കണ്ടെത്തുന്നതിൽ സാറ കാണിക്കുന്ന വ്യഗ്രത, അയാളെ അവിടെ എത്തിക്കുന്നതിനുള്ള അവളുടെ തന്ത്രപരമായ ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങൾ യാത്രക്കിടയിൽ അയാൾ ഓർത്തുപോകുന്നു. നിർമ്മൽ ഭവനിൽ എത്തുന്നതിന് ഉള്ള ഇടറോഡിലേക്ക് വാഹനം തിരിയുമ്പോൾ ഒരു ബോർഡ് അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്നെഴുതിയ ബോർഡ് അയാൾക്ക് അത് വ്യക്തമായി വായിക്കാൻ കഴിഞ്ഞു. പാഠാപഗ്രഥനത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. വൃത്തസദനം നോവലിൻ്റെ ആദ്യ അധ്യായമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഉചിതമായ തലക്കെട്ടിൽ ഒരു സാമൂഹിക പ്രശ്നത്തെ വിശകലനം ചെയ്യുകയാണ് TV കൊച്ചുബാവ. ജീവിത സായാഹ്നത്തിലെ വൃദ്ധനും ഇറച്ചിക്കോഴിയും തമ്മിൽ വ്യത്യാസമില്ല. കോഴിയെ പരിചരിക്കലും സമയാസമയങ്ങളിൽ തീറ്റ നൽകലും അതിനോടുള്ള സ്നേഹം കൊണ്ടല്ല. കോഴി വളർത്തലും വിൽപ്പനയും ലാഭം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബിസിനസ് മാത്രമാണ്. ഏറ്റവും വേഗത്തിൽ ഭാരം വയ്ക്കാനുള്ള സൂത്രപ്പണികൾ ചെയ്ത് കൂടുതൽ ലാഭം നേടുകയാണ് ലക്ഷ്യം.
വൃദ്ധസദനങ്ങൾ കോഴി വളർത്തൽ കേന്ദ്രത്തിന് തുല്യമാകുന്ന സാമൂഹിക പരിസ്ഥിതിയിലേക്ക് നാം എത്തിയിരിക്കുന്നു. സിറിയക് ആന്റണിയെ സദനം നടത്തിപ്പുകാരൻ ഇർവാദിസ് സ്വീകരിക്കുന്നത് അയാൾക്ക് വൻ തുക കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. തലക്കെട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഇറച്ചിക്കോഴിയെപ്പോലെ ഭയത്തിനും മരണത്തിനുമിടയിൽ അയാൾ ഒറ്റപ്പെട്ടു പോവുകയാണ്, കൂടെയുള്ളവരാരുമില്ലാതെ തന്നെ. കൂടെയുള്ളവരിൽ ചിലർ യാത്രയാകുന്നത് അയാളെ കൂടുതൽ ഭയചകിതനാക്കുന്നു. വൃദ്ധസദനമാണ്, പല പ്രായാധിക്യം കൊണ്ടും അവശതകളാലൊക്കെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടാകാം. അങ്ങനെ കൂടെയുള്ള അന്തേവാസികളിൽ ചിലരൊക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ, യാത്രയാകുമ്പോൾ എന്താണ്, അയാളെ പേടിപ്പിക്കുകയാണ്. ഞാനും ഒരു നാൾ മരണത്തിന് കീഴടങ്ങും എന്നുള്ളൊരു പേടിയാവാം. നോവലിൻ്റെ അവസാന അധ്യായമായ പൂജ്യത്തിൻ്റെ താളം ഇത് ശരിവയ്ക്കുന്നു. 56-ാം വയസ്സിൽ അകാല വാർദ്ധക്യം ബാധിച്ച സിറിയക് മരണത്തിന് കീഴടങ്ങി. അവിടെ നോവലിസ്റ്റ് കുറിക്കുന്നത് കഥകിന് പുറത്ത് നിങ്ങൾക്ക് വായിക്കാൻ ഇത്രയും കൂടി എഴുതി തൂക്കിയിടുന്നു. വായിച്ചാട്ടെ. എന്താണ്? 4 പൂജ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് വർത്തമാനകാലത്ത് നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നതിൽ പരസ്യങ്ങൾക്കുള്ള പങ്കും ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് ഈ പാഠം ചൂണ്ടിക്കാണിക്കുന്നു. സാറ സിറിയക്കിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു മുഴുവൻ പേജ് കളർ പരസ്യം ഇതിന് ഉദാഹരണമാണ്. നിർമ്മൽ ഭവൻ വൃദ്ധസദനം, 14 മുറികൾ, മുറികൾക്കെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം, ജാലകങ്ങൾ തുറന്നിട്ടാൽ കുന്നുകളുടെ കാഴ്ചയും നീലാകാശവും മന്ദമാരുതനും, ചുറ്റുപാടും ചെടികളും പൂക്കളും കിളികളും, മുറികൾ വെളുത്ത ചായമിട്ടതും ശുചിത്വമാർന്നതും, അന്തേവാസികളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഭക്ഷണവും പ്രത്യേകം പരിശീലനം ലഭിച്ച നഴ്സുമാരുടെ പരിചരണവും, പ്രാർത്ഥനാ ഹാൾ, വായനാശാല, ആഴ്ചയിൽ 1 വട്ടം നിർബന്ധിത വൈദ്യപരിശോധന, രോഗങ്ങൾക്ക് ഇനം തിരിച്ച് സ്പെഷ്യലിസ്റ്റുകൾ, അങ്ങനെ സ്വർഗത്തിൻ്റെ ഒരു പരിച്ഛേദം. അതായത് സ്വർഗതുല്യമായൊരു ജീവിതമാണ് ഈ വൃദ്ധസദനങ്ങളിൽ എത്തപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ എത്തിക്കപ്പെടുന്നവർക്ക് കൊടുക്കുന്നതെന്നാണ് വാഗ്ദാനം. വയസ്സായെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് വരിക, സ്വാഗതം. ആരെയും വശീകരിക്കും വിധം അത്യന്താധുനിക സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. പരസ്യങ്ങളുടെ പകിട്ടുകൊണ്ട് പലരും നമ്മെ വഞ്ചിക്കുന്ന കാലമാണല്ലോ. അപ്പോൾ വൃദ്ധസദനങ്ങളിലേക്ക് അച്ഛനമ്മമാരെ അയക്കാൻ കാത്തിരിക്കുകയാണ് ചെറുപ്പക്കാരായ, ഉദ്യോഗസ്ഥരായ, അല്ലേ, പുതിയ തലമുറയുടെ വക്താക്കളായ മക്കൾ. അപ്പോൾ ഇത്രയും പരസ്യങ്ങൾ എന്തിനാണ്? ഇത്രയും സൗകര്യങ്ങളാണ് നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാലും ഞങ്ങൾ എല്ലാ സൗകര്യവും കൊടുത്ത് സ്വർഗതുല്യമായൊരു ജീവിതം ഈ വാർദ്ധക്യകാലത്ത് ഞങ്ങൾ അവർക്ക് സമ്മാനിക്കുന്നതാണ്. പണം തന്നാൽ ഞങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ വളരെ സുരക്ഷിതരമായിട്ട്, അല്ലെങ്കിൽ വളരെ അവരുടെ സമപ്രായക്കാർ അല്ലെങ്കിൽ അത്രയും പ്രായം ചെന്നവരുമായിട്ടുള്ള സമ്പർക്കവും പരിചരണവും എല്ലാം കൊടുത്ത് നോക്കുമെന്നുള്ള ഒരു സുന്ദരമായ, ഒരു സ്വപ്നതുല്യമായ വാഗ്ദാനം. വ്യവസ്ഥിതി മലിനമാകുമ്പോൾ അതിലെ പ്രതികൂല ഘടകങ്ങൾ അധികം ബാധിക്കുന്നത് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെയാവും, പ്രത്യേകിച്ച് വൃദ്ധരെയും കുട്ടികളെയും. ശൈശവ സഹജമായ നൈർമല്യം കൊണ്ട് കുട്ടികൾക്ക് ഒരു പരിധിവരെ ഈ പ്രതികൂല ഘടകങ്ങളെ അതിജീവിക്കാനാവും. എന്നാൽ ശാരീരികവും മാനസികവുമായ ദൗർബല്യങ്ങൾ വൃദ്ധനെ ഈ വ്യവസ്ഥിതിയുടെ ഇരകളാക്കുന്നു. വൃദ്ധസദനം നോവലിൻ്റെ പഠനത്തിൽ എൻ ശശിധരൻ ചൂണ്ടിക്കാട്ടിയ വസ്തുതയാണ് മേൽ സൂചിപ്പിച്ചത്. വൃദ്ധസദനങ്ങൾ പടുത്തുയർത്താൻ അധ്വാനിക്കുന്നവരായി നാം മാറുന്നു. വാർദ്ധക്യം വലിയ അപകടമാണെന്ന ചിന്ത സമൂഹത്തിൽ വേറെ ആഴ്ത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ ചിഹ്നങ്ങളെ മായ്ക്കാൻ വൃദ്ധർ നിർബന്ധിതരാകുന്നു. സാറയ്ക്ക് ഇഷ്ടമല്ലാത്തതിനാൽ അവൾ വിദേശത്തു നിന്നും വില കൂടിയ ഡൈ വാങ്ങി സിറിയക് ആന്റണിക്ക് നൽകുന്നു. അത് തേച്ച് ചെറുപ്പമായതിൽ അയാൾ അത്യധികം ആഹ്ലാദിക്കുന്നു. വാർദ്ധക്യത്തിൻ്റെ ചിഹ്നങ്ങളെ മായ്ച്ചു കളഞ്ഞതുകൊണ്ട് മാത്രം വൃദ്ധർ സുരക്ഷിതരാകുമോ? പ്രായം നമുക്ക് നമ്മുടെ ശരീരത്തിലും തൊലിപ്പുറത്തും നമ്മുടെ ചിന്തയിലും ബുദ്ധിയിലും ഓർമ്മയിലും എല്ലാം വരുത്തുന്ന മാറ്റങ്ങളെ ഈ ഡൈ തേച്ചതുകൊണ്ടോ ചായം പൂശിയതുകൊണ്ടോ മാറ്റാവുന്നതാണോ? ഒരിക്കലുമല്ല. ആധുനികാനന്തര എഴുത്തിൻ്റെ വക്താവായ ടി വി കൊച്ചുബാവ വാർദ്ധക്യത്തിൻ്റെ വിഹ്വലതകളെ വിശകലനം ചെയ്യുന്ന നോവലാണിത്. വൃദ്ധസദനം സമൂഹത്തിൻ്റെ പരിച്ഛേദമായി ഒരു നേർക്കാഴ്ചയായിട്ട് നിലകൊള്ളുന്നു. യുവത്വത്തിന് പ്രസക്തിയുള്ള സമൂഹത്തിൽ വൃദ്ധൻ അപ്രസക്തനാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സൃഷ്ടിച്ചെടുക്കുന്ന പുത്തൻ ഉൽപ്പന്നങ്ങൾക്ക് അടിയറവെച്ച ജീവിതമാണ് യുവത്വത്തിൻ്റേത്. ഗുണകരമല്ലാത്ത ഉപഭോഗാസക്തികളാണ് അവരുടെ വഴികളെ നിർണ്ണയിക്കുന്നത്.
അപക്വമതികളായ യുവത്വത്തിൻ്റെ ഭക്ഷണക്രമവും ഫാഷനുമെല്ലാം വൃദ്ധരെ പരിഗണിക്കുന്നതല്ല. വാർദ്ധക്യത്തിൻ്റെ ചിഹ്നങ്ങളെ അവർ അപഹസിക്കുകയും മുതിർന്നവരുടെ വാക്കുകളെ അവിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സിറിയക് ആൻ്റണിക്ക് 55-ാം വയസ്സിൽ വൃദ്ധസദനത്തിൽ എത്തേണ്ടി വന്നത്. പ്രായം മറന്നുള്ള ആഹാര രീതികളോ ജീവിതചര്യകളോ ഒരാളെ യുവത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരില്ല. നഷ്ടപ്പെട്ട കാലങ്ങളൊക്കെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ തിരിച്ചു പിടിക്കാനാകില്ല. അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചെത്തിപ്പെടാൻ ബാഹ്യമായിട്ടുള്ള അലങ്കാരങ്ങൾ കൊണ്ട് സാധ്യമല്ല. പ്രായം എന്നും പ്രായം തന്നെയാണ്, അതിനെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. അപ്പോൾ ആ പ്രായത്തെ മറികടന്ന് അതിനെ അതിജീവിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ പ്രവൃത്തികളൊക്കെ സിറിയക് ആൻ്റണിക്ക് ദോഷകരമായി ഭവിച്ചു എന്ന് വേണം പറയേണ്ടത്. ആധുനിക കാലത്ത് വാർദ്ധക്യം വന്നു ചേരലല്ല, സൃഷ്ടിച്ചെടുക്കലാണ്. ലാഭാധിഷ്ഠിത സമൂഹത്തിൽ ജീവിതം കച്ചവട ചരക്കാണ്. വൃദ്ധസദനത്തിൻ്റെ ഉടമയായ ഇർവാദീസിന് ഉപഭോഗ സംസ്കൃതിയിൽ ലഭിക്കുന്ന അംഗീകാരം ശ്രദ്ധേയമാണ്. സമ്പത്തിനും പദവിക്കും പിന്നാലെയുള്ള പാഞ്ഞുപോകലിൽ യുവത്വം വാർദ്ധക്യത്തിൻ്റെ തണലുകളെ കൂടി മുറിച്ചു മാറ്റുന്നു. ഒരു നായയ്ക്ക് കിട്ടുന്ന പരിചരണം പോലും വൃദ്ധന് ലഭിക്കുന്നില്ല. സ്നേഹവും പരിചരണവും ആവശ്യമുള്ള ഘട്ടത്തിൽ അവർ ഒറ്റപ്പെടലിൻ്റെ തടവറയിലാകുന്നു. അതവരിൽ ഭയവും രോഗവും സൃഷ്ടിക്കുന്നു. മാതാപിതാക്കൾ മക്കൾക്ക് ബാധ്യതയാകുമ്പോൾ അവരെ ക്ഷേത്ര പരിസരത്തോ റെയിൽവേ സ്റ്റേഷനിലോ ഉപേക്ഷിക്കുന്നു. ഒറ്റപ്പെടലിൻ്റെ സൂചന നൽകിയാണ് അധ്യായം ആരംഭിക്കുന്നത്. ഡിസംബറിലെ ഒരു തണുത്ത പ്രഭാതത്തിൽ ഞങ്ങൾ വൃദ്ധസദനത്തിലേക്ക് യാത്ര തിരിച്ചു എന്നാണ് കഥ തുടങ്ങുന്നത്. ഡിസംബറിലെ ഒരു തണുത്ത പ്രഭാതത്തിൽ ഞാൻ വൃദ്ധസദനത്തിലേക്ക് യാത്ര തിരിച്ചു. ഞങ്ങൾ എന്ന ഒരു ബഹുത്വത്തിൽ നിന്ന് ഞാൻ എന്ന ഏകത്വത്തിലേക്കുള്ള ചുരുങ്ങൽ സിറിയക്കിൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ദുർദിനങ്ങളുടെ സൂചന നൽകുന്നു. ഞങ്ങൾ എന്നുള്ളത് അയാളെ പറ്റി ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ ഒരു വലയം അയാളിൽ നിന്ന് വേർപെടുത്തപ്പെട്ടു. ഇനി ഞങ്ങളല്ല, ഞാൻ. സാറയുടെ തന്ത്രങ്ങളെയും ആജ്ഞകളെയും അതിജീവിക്കാനുള്ള കഴിവ് സിറിയക്കിനില്ലായിരുന്നു. അയാളെ ഒഴിവാക്കാൻ അവൾ പ്രയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ. ഹോ, എനിക്ക് നിങ്ങളുടെ അത്ര പ്രായമായിരുന്നെങ്കിൽ ഈ പരസ്യം വായിച്ചാൽ ഉടനെ ചാടി പുറപ്പെടുമായിരുന്നു. മറ്റൊരിടത്ത്, നിങ്ങൾക്ക് പിരി ലൂസായി പോയോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇതൊക്കെയാണ് സാറ സിറിയക് ആൻ്റണിയുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ ചിലത്. നിങ്ങളുടെ മട്ടുമാതിരിയും കാണുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. സുഖത്തിനു വേണ്ടിയുള്ള മരണപ്പാച്ചിലാണ് നമ്മുടെ യുവത്വം. ശരീരത്തിൻ്റെ തൃഷ്ണകളെ ശമിപ്പിക്കാനും ധാരാളം പണം സമ്പാദിക്കാനുമുള്ള കുറുക്കു വഴികളാണ് പലർക്കും താല്പര്യം. തനിക്ക് മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ ഏത് വിധേനയും തച്ചുടച്ച് മുന്നേറുവാൻ അവർ ശ്രമിക്കുന്നു. അത്തരത്തിൽ ഒരാളാണ് സാറ. അതുകൊണ്ടാണ് അവൾ ഡൊമിനിക്കിൻ്റെ കരുത്തിനെ ഇഷ്ടപ്പെടുന്നത്. വൃത്തിക്ഷയങ്ങളുടെ അതായത് ഉയർച്ച താഴ്ചകളുടെ ജീവിതമാണ് കാലം മനുഷ്യൻ നൽകിയിട്ടുള്ളത്. ഐശ്വര്യം ഉണ്ടാവാം, നാശവും ഉണ്ടാവാം. അതാണ് വൃത്തിക്ഷയം. കാലത്തെ വെല്ലുവിളിക്കുന്നതിന് പകരം അതിനോടൊപ്പം സഞ്ചരിക്കുന്നതാണ് ഉചിതം. സ്ത്രീ ശരീരത്തോടുള്ള അത്യാസക്തിയാണ് സിറിയക്കിനെ നയിച്ചത്. അത് അയാളുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലിനും കാരണമാകുന്നു. എങ്കിലും അയാളോട് വായനക്കാരന് സഹതാപമുണ്ട്, സാറയോട് വിദ്വേഷവും. യുവത്വം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. എന്താണത്? വാർദ്ധക്യം ഒരു ജീവിതാവസ്ഥയാണ്. ജീവിതം നീട്ടിക്കിട്ടുന്നവരെല്ലാം അതിലൂടെ കടന്നു പോയിരിക്കും. നാളെയുടെ അനിവാര്യതയെ നേരിടാൻ ഇന്ന് തന്നെ തയ്യാറാകാൻ കൊച്ചുബാവ യുവത്വത്തെ ഉപദേശിക്കുന്നു. നാളെ നമ്മുടെ ആയുസ്സ് നീട്ടിക്കിട്ടിയാൽ നമ്മൾ ആ യുവത്വത്തെ മറികടന്ന് വാർദ്ധക്യത്തിൻ്റെ ദശയിലൂടെ നമ്മൾ എല്ലാവരും സഞ്ചരിക്കേണ്ടി വരും. അത് നമ്മൾ അംഗീകരിച്ച് പറ്റും. കാലം നമുക്ക് തരുന്ന ആ നടന്നു പോയ വഴികൾ പിന്നിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ വാർദ്ധക്യം നമ്മെ പിടികൂടും. അവിടെ ഒരു പരിധിവരെ നമുക്ക് വാർദ്ധക്യത്തെ മറച്ചു വയ്ക്കാനുള്ള അലങ്കാരങ്ങളൊക്കെ അവിടെ ചെലുത്താൻ പറ്റുകയുള്ളൂ. മുടി കറുപ്പിക്കാനോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ പ്രായത്തെ മറച്ചു വയ്ക്കാൻ നമ്മൾ സ്വീകരിക്കുന്നത്, അതൊരു പരിധി വരെ സാധിക്കൂ. വാർദ്ധക്യം ഓരോ കാലത്തെയും നമ്മൾ അംഗീകരിക്കുക. അതുമാത്രമല്ല, നമ്മുടെ ഏതൊരവസ്ഥയിലാണെങ്കിലും നമ്മുടെ ജീവിതം ഓരോ ദിവസവും സന്തോഷത്തോടെ നമ്മൾ ജീവിക്കാനായിട്ട് യുവത്വത്തിൻ്റെ പ്രസരിപ്പും കൗമാരത്തിൻ്റെ ജടുലതയും എല്ലാം ആസ്വദിച്ച് വാർദ്ധക്യത്തിലാണെങ്കിൽ ആ തിരിച്ചറിവിൻ്റെ ഒരു പക്വമതിയായൊരു മനുഷ്യൻ്റെ പ്രകൃതവും ഒക്കെ കാണിച്ചിട്ട് വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാവാനും. പാഠം നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ, ഞാൻ പറയുന്നത് പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു.